ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഹെയറിന് മാത്രം വരുന്ന പ്രശ്നമായതുകൊണ്ട് നമ്മുടെ ഹെയറിലെ തുമ്പിലും മുടിയിലും മാത്രം തേച്ചാൽ മതി. സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ മുടി എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് തന്നെ തേക്കാൻ. കാരണം നമുക്ക് തലയോട്ടിയിൽ നിന്നും ബേബി ഹെയർസ് വരുന്നതുണ്ട്. അപ്പോൾ അതിനും ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഇത് വേറെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നതല്ല. എല്ലാ കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ടുവരുന്നതാണ് നമ്മുടെ മുടിയിൽ സ്പ്ലിറ്റൻസ് വീഴുക, അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ തുമ്പ് കീറി പോവുക, അറ്റം പിളർന്നു പോവുക എന്നൊക്കെ പറയത്തില്ലേ. അപ്പം നമ്മൾ ആ ഒരു ഭാഗം കാണുമ്പോൾ നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരിക്കൽ വീതം നമുക്കിത് തേക്കാം. തേച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. നമുക്കിത് സാധാരണ തേക്കുന്നത് പോലെ തന്നെ തേച്ച് നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ഈ ഒരു പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തേൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസും കൂടി എടുത്തിട്ടുണ്ട്. തേനിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ മുടി നല്ല മോയ്സ്ചറൈസായിട്ട് വെക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് തേൻ, ഗ്ലിസറിനൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ തേൻ എടുത്തിട്ടുണ്ട്, ഗ്ലിസറിൻ എടുത്തിട്ടില്ല. ഗ്ലിസറിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെയൊന്നുമല്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന മത്തങ്ങ, അതായത് പച്ചക്കറി വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന അവിയൽ വെക്കാനും സാമ്പാർ വെക്കാനും ഒക്കെ എടുക്കുന്ന മത്തങ്ങ, അത് ഇതിൻ്റെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. തോല് കളഞ്ഞെടുത്തിട്ട് അതിനകത്തിൽ വേണ്ടാത്തതെല്ലാം, അതിൻ്റെ ഉള്ളിലെ കുരുവും അരിയെല്ലാം നീക്കിക്കളഞ്ഞ് തോലും കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി പച്ചവെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ച് വേണം ഇത് യൂസ് ചെയ്യാൻ. നമുക്കിത് പച്ചയ്ക്ക് വേണമെങ്കിലും അരച്ചിട്ട് തേക്കാം. പക്ഷേ പച്ചയ്ക്ക് അരച്ച് തേക്കുന്നതിനേക്കാളും ഇരട്ടി ഗുണം ചെയ്യുന്നത് നമ്മൾ വേവിച്ചിട്ട് നമ്മളുടെ മുടിയിലേക്ക് തേക്കുന്നതാണ് നല്ലത്. നല്ല രീതിയിൽ മാറ്റം വരും, സ്പ്ലിറ്റൻസ് ഒക്കെ കുറയും, നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയും കിളിച്ച് വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് കൈകൊണ്ട് ഉടച്ച് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഞാൻ മിക്സിയിൽ അരച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു ഓൾ.